ആയിക്കോട്ടെ. ഓക്കെ, Recording in progress. നമുക്ക് അനിലേട്ടനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം അനിലേട്ടൻ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ചാപ്റ്റർ, എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഞാൻ എടുക്കാൻ കാരണം വീട്ടിലിരുന്ന് എങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു ബിസിനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. പഴയ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. നമുക്കറിയാം, ഓരോന്നും നമ്മളിങ്ങനെ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് ഞങ്ങളൊന്ന് ആദ്യം കൊണ്ടുപോകാം. അതിനുശേഷം ഞാൻ വീണ്ടും വീഡിയോയിലേക്ക് വരാം. പണ്ട് നമ്മളൊരു 500 രൂപ ബാങ്കിൽ നിന്ന് എടുക്കണം. ആലോചിച്ച് നോക്കുക, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് പോവാ. നമ്മളൊരു 500 രൂപ ബാങ്കിൽ നിന്ന് എടുക്കണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാങ്കിലേക്ക് ചെല്ലണം. അന്ന് എ ടി എം പോലും ഇല്ല, ATM സെന്റർ ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 500 എടുക്കാൻ ഒരു വഴിയില്ല. പാസ്ബുക്കായിട്ട് നേരെ ബാങ്കിലേക്ക് പോകണം. അവിടെ ചെന്ന് നമ്മൾ ടോക്കൺ എടുക്കണം. 24 പ്രസന്റിൽ പോയിക്കൊണ്ട് നമ്മുടെ കയ്യിൽ 42 ടോക്കൺ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ 24, 42 വരെ നമ്മൾ അവിടെ ഇരുന്നേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് 500 കിട്ടില്ല. അപ്പൊ നമ്മൾ 42 രൂപ വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് നമ്മളെ ടോക്കൺ 42 വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് കൊടുക്കുന്നു, 500 നമ്മൾ എടുക്കുന്നു, പാസ്ബുക്കിൽ അവർ എൻട്രി വെച്ച് തരുന്നു. ഇതാണ് പണ്ടത്തെ സിസ്റ്റം, ഒരു വർഷങ്ങൾക്ക് മുന്നേ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ വന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ATM കാർഡുകൾ വന്നു, അതുപോലെ ATM കാർഡ് വന്നു, ATM സെന്ററുകൾ വന്നു. നമുക്കൊരു 500 വേണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ATM സെന്ററിൽ പോയിട്ട് നമ്മൾ കാർഡ് മെഷീനിൽ കാർഡ് ഇടുന്നു, 500 എടുക്കുന്നു. അപ്പൊ അവിടെ സമയം വീണ്ടും ചുരുങ്ങി, ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നു. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്തായി? നമുക്ക് ക്യാഷിന്റെ ആവശ്യമേ ഇല്ല. അതായത് നമ്മളൊരു ഷോപ്പിൽ ചെന്നു, ഇപ്പൊ 500 ആവശ്യമുണ്ട്, എന്തിനാണ് നമുക്കൊന്നൊരു ഷോപ്പ് പോവാം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് അയക്കേണ്ടതിനായിക്കോട്ടെ, ഒരു ഷോപ്പായി പർച്ചേസ് ചെയ്യാനാണ് 500 രൂപ നമ്മൾ ബാങ്കിൽ എടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ആ ഷോപ്പിൽ ചെന്നാൽ മതി. അവിടെ തന്നെ നമുക്ക് കാർഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. ഇപ്പൊ സിസ്റ്റം മാറി, ഇപ്പൊ കയ്യിൽ ക്യാഷിന്റെ ആവശ്യമേ ഇല്ല. ജസ്റ്റ് നമ്മളൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എവിടെ ചെന്ന് ഏത് രാജ്യത്ത് നിന്ന് എന്ത് കാര്യങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് നമുക്ക്. അപ്പൊ ആ മാറ്റങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക, വർഷങ്ങൾ കൊണ്ട് തന്നെ. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഡിജിറ്റൽ മണി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ കയ്യിൽ അറിയാം, നമ്മുടെ പേഴ്സിൽ പണ്ട് 500 രൂപ, പണ്ടത്തെ കാലത്ത് 2000, ഇപ്പൊ 2000 ഇല്ല, 500, 100, 200 എന്ന് നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് അതല്ല. ഇന്ന് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലേക്ക് മാറി. അതിന് പുറമെ നമ്മുടെ കയ്യിൽ ATM കാർഡ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സെക്യൂർഡായി. കയ്യിൽ ക്യാഷിന്റെ ആവശ്യമില്ല. നമുക്ക് ഏത് രാജ്യം ചെന്നാലും നമുക്ക് അവിടെ ചെന്നുകൊണ്ട് ATM വേണമെങ്കിൽ ATM സെന്ററിൽ കയറി ക്യാഷ് എടുക്കാം. ഇവിടെ തന്നെ നമ്മൾ കയ്യിൽ 5000, 10,000 വെച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് മിസ്സിങ്, ഇതൊന്നും പ്രശ്നമല്ല. അപ്പോ പുതിയൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതിലൂടെ നമ്മളും മാറുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തുക. അത്രമാത്രം നമുക്കുള്ള ഒരുപാട് ടെക്നിക്കൽസ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാം, ഓൺലൈനിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പല ഓൺലൈൻ സിസ്റ്റങ്ങൾ വന്നു. അതായത് ഗൂഗിൾ പേ, കാർഡ്, ഇല്ലെങ്കിൽ നമ്മൾ ATM കാർഡ് പേയ്മെന്റ്, ഫോൺ പേ, Paytm, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണെന്നുള്ളത്. അതായത് ഇപ്പൊ വീട്ടിൽ നമുക്കൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ പേ ചെയ്യാം, മൊബൈൽ റീചാർജ് ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm ചെയ്യാം, KSEB ബില്ല്, വാട്ടർ ബില്ല്, ഒന്നും പോയി ക്യൂ നിൽക്കേണ്ട, അവിടം വരെ ചെല്ലേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം. പണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്പലങ്ങളിൽ നമ്മൾ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ ദക്ഷിണ അവിടെ കൊടുക്കുക. ഇന്ന് അതല്ല, ഇന്ന് അതിനും ഗൂഗിൾ പേ സൗകര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രളയം വന്ന സമയത്ത് ശബരിമലയിലേക്ക് ഗൂഗിൾ പേ നമ്പർ തന്നു. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ശബരിമലയ്ക്ക് ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാണ്. ദൈവം പോലും കാണുന്നില്ല ദക്ഷിണ. ഇതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒരു സിനിമ, പണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്താം. പണ്ടൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഞാൻ പാലക്കാട് പ്രിയദർശിനി, പ്രിയ, ഇല്ലെങ്കിൽ ഷൊർണൂർ മേളം തിയേറ്റർ, ഇതിലെല്ലാം സിനിമയ്ക്ക് പോകണമെങ്കിൽ ഒരു ഗുഹ പോലെയാണ്. അതിനകത്ത് കയറി 20-25 മിനിറ്റ് നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ചിലപ്പോൾ അതിനകത്ത് പോയി നിന്ന് ആകെക്കൂടി ശ്വാസം മുട്ടൽ പോലെ, ഒരു ഇരുട്ട്, ലൈറ്റ് പോലും ഉണ്ടാവില്ല. ഒന്ന് തിരിച്ച് പുറത്തേക്ക് വരണമെങ്കിൽ പോലും പറ്റില്ല. കാരണം നമ്മുടെ ബാക്കിൽ അത്ര ആൾക്കാർ, ഫ്രണ്ടിൽ അത്ര ആൾക്കാർ, അതിനകത്ത് കയറിയാൽ കുടുങ്ങിയത് തന്നെയാണ്. നിങ്ങളെല്ലാം ആ ഓർമ്മകളിലേക്ക് എത്തുന്നുണ്ടാവും. പണ്ട് നമ്മൾ ഒരു 20-25 മിനിറ്റ് അതിനകത്ത് ചൂടെടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് കയറിയത്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കും, വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാർ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ മൊബൈൽ എടുത്തു, ഉടനെ നമ്മൾ ഓൺലൈനിലൂടെ സിനിമയ്ക്ക് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അത് ബുക്ക് ചെയ്യുന്ന അവസരം ഒന്ന് ആലോചിച്ച് നോക്കുക. മൊബൈൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഹാള്, തിയേറ്റർ നമ്മുടെ മൊബൈലിനകത്ത് വരികയാണ്. ഇതിൽ ഏത് ചെയർ വേണം എന്ന് പോലും നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് ടിക്കറ്റ് എടുത്താൽ അവിടെ നമുക്ക് കിട്ടുന്ന സീറ്റിൽ എവിടെ കിട്ടുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില ഫ്രണ്ട് പോയി ഇരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് കോർണറിലൂടെ കാണേണ്ടി വരും. ഇന്ന് അങ്ങനല്ല. ഒരു ഹാളിൽ നമുക്ക് മൊബൈലിനകത്ത് ഒരു ഹാള് വരികയാണ്. അതിൽ ഇടത് സൈഡ് വേണോ, വലത് സൈഡ് വേണോ, സെന്റർ വേണോ, ബാക്ക് വേണോ, ഫ്രണ്ട് വേണോ, നമ്മളാണ് സീറ്റ് സെലക്ട് ചെയ്യുന്നത്. സീറ്റ് സെലക്ട് ചെയ്ത് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് 6:15 സിനിമയെങ്കിൽ 6:10 നമുക്ക് അവിടെ ചെന്നാൽ മതി. നേരെ ഹാളിലേക്ക് കയറി പോകുന്നു, നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് നമുക്കായിട്ട് അവിടെ ഓക്കെ തുറന്നിരിക്കും, നമ്മൾ അവിടെ ചെന്ന് ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര ആ ഒരു സുഖങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം ഓൺലൈൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ നമുക്ക് ഒരു സിനിമയ്ക്ക് പോകാനായാലും ഏതിനായാലും. അപ്പോ ഇതിന് നമുക്ക് സിമ്പിൾ ആണ്. നമുക്ക് നല്ലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആദ്യം വേണം. ഇതിനെല്ലാം അടിസ്ഥാനം ബാങ്ക് അക്കൗണ്ട് ആണ് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കുക. ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക, നമ്മുടെ മൊബൈലായിട്ട് ഗൂഗിൾ പേ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പിന്നെ ഓൺലൈനായി നമുക്കൊരു എവിടെയെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ക്യാഷ് കയ്യിൽ വേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ചേഞ്ച് വേണ്ട ആവശ്യമില്ല. ഏത് കടയിൽ ചെന്നാലും അയ്യോ ചേഞ്ച് ഇല്ല ബാക്കി തരാൻ എന്ന് പറയാൻ ഗൂഗിൾ പേ ഉടനെ എടുത്തു ഗൂഗിൾ പേ. ഇതെല്ലാം എന്റെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു സുഖമാണ്. കാരണം നമുക്കിപ്പോ കോയിൻസോ ബാക്കി കൊടുക്കാൻ കോയിൻസോ നോട്ടുകളോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആൾക്കാർ വന്ന് എത്ര 624 ഉടനെ ഒരു മൊബൈൽ എടുത്തു ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്തു, നമുക്ക് അപ്പൊ തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ അക്കൗണ്ടിലേക്ക് 624 വന്നു കഴിഞ്ഞു. നമ്മൾ ബില്ല് കൊടുത്തു, അവർ ചെന്നു, ഓക്കെ. നമ്മളവിടെ ക്യാഷ് ബാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് അപ്പൊ തന്നെ കയറി കഴിഞ്ഞു. അതൊക്കെ ആ ഒരു സിസ്റ്റം, അതായത് ആ ഒരു സ്റ്റൈലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഭാവി കാലങ്ങളിൽ ഇനി കറൻസി കുറവായിരിക്കും, ഇനിയെല്ലാം ഡിജിറ്റൽ മണി ആയിരിക്കും, ഡിജിറ്റൽ കറൻസിയിലൂടെ ആയിരിക്കും ഇനി ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളും കൂടെ മാറിയാൽ നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ തന്നെ ഷോപ്പിൽ കാണാറുണ്ട് എത്രയോ പ്രായമായവര് മൊബൈൽ കൊടുത്തിട്ട് അവര് ഗൂഗിൾ പേ ചെയ്യുന്നവര്, അവര് മൊബൈൽ നോണ്ടിട്ടാണ് ഇപ്പൊ പലരും ചെയ്യുന്നത്. എന്നാൽ പക്ഷെ പലർക്കും അറിയുന്നില്ല, വയസ്സായ ആൾക്കാർ ചെയ്യുന്നില്ല, ഇന്നും ക്യാഷ് കൊണ്ടുവരുന്നവരുണ്ട്. ഇനിയിപ്പൊ ഇന്നത്തെ ചെറിയ തലമുറയാണെങ്കിലും ഇപ്പൊ നമ്മളെല്ലാം ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെറിയ തലമുറ പോലും അതിൽ പോലും പഠിക്കാത്ത എത്രയോ പേരുണ്ട്. ഈ അവസരങ്ങൾ എന്തുകൊണ്ട് അവർ പഠിക്കുന്നില്ല? പക്ഷെ ഭാവിയിൽ പഠിച്ചേ പറ്റൂ, പഠിച്ചില്ലെങ്കിൽ എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മളൊരു ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. പഠിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സും, കാരണം മോദി കെയർ എന്ന കമ്പനി ഇന്ന് വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം നമ്മൾ മാറിയിരിക്കണം. കാരണം നമുക്കറിയാം, പണ്ട് ഓൺലൈൻ ഒരു ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പനി മോദി കെയർ വെച്ച ടാർഗറ്റ് 4000 രൂപയാണ്. 4000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആണ്, വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും. 4000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമ്മൾ 70 രൂപ കൊറിയർ ചാർജ് കൊടുക്കണം. കമ്പനി എന്ത് ചെയ്തു, ഇന്ന് വീണ്ടും ഒന്ന് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ആ ടാർഗറ്റിനെ കുറച്ചുകൊണ്ട് 2000 രൂപയാക്കി. അതായത് ഒരു വീട്ടില് നമുക്ക് 2000 രൂപയുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിലൂടെ കയറി ഓർഡർ കൊടുത്താൽ 2 വർക്കിംഗ് ഡേ, 3-ാമത്തെ ദിവസം നമ്മുടെ കയ്യിൽ വീട്ടിലേക്ക് സ്റ്റോക്ക് എത്തും. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വീട്ടിൽ ഒരു സപ്ലിമെന്ററി 2-3 പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ്, 2-3 കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നെന്ന് വിചാരിക്കുക. പെട്ടെന്നാണ് അവർ ശ്രദ്ധിച്ചില്ല, നോക്കുമ്പോൾ നമ്മുടെ സപ്ലിമെന്ററി പ്രൊഡക്റ്റ് മാത്രം കഴിഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ ഡി പി ചെന്നാൽ, ഞാൻ ഇതല്ല പറയുന്നത്, ഡി പി ചെന്നാൽ ചിലപ്പോൾ എമർജൻസി കിട്ടിക്കോളണമെന്നില്ല, സ്റ്റോക്ക് ഉണ്ടായിക്കോളണമെന്നില്ല. അതേ സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 പ്രൊഡക്റ്റോ 3 പ്രൊഡക്റ്റോ നമുക്ക് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്താൽ 2000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 10 ദിവസം നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ട. 3-ാമത്തെ ദിവസം നമ്മുടെ വീട്ടിൽ ആ സപ്ലിമെന്ററി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു സുഖമായുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളും കൂടെ മാറണം, പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ കമ്പനി പോലും വളരെ നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 4000 എന്നുള്ള 2000 ആക്കി മാറ്റി വേറൊരു സന്തോഷ വാർത്തയോട് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ഡി പി കണ്ടില്ലേ, ഇപ്പൊ പുതിയ ഡി പികൾ വരാൻ പോകുന്നു. ഡി പിക്ക് പോലും നമുക്ക് ആ ഒരു പണ്ട് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഡി പി വരുള്ളൂ. ഇന്ന് 75,000 രൂപയ്ക്ക് ടാർഗറ്റ് മാറ്റി കഴിഞ്ഞു കമ്പനി. അപ്പൊ നമ്മുടെ അടുത്ത് വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അടുക്കണം. കമ്പനി എടുക്കുമ്പോൾ നമ്മൾ ദൂരെ പോയാൽ നമുക്കാണ് കേട്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം സ്റ്റഡി ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ളത്, ഇല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് പഠിക്കേണ്ട ഒരു വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം നാളെ നമ്മളൊരു താഴെ ഒരു കസ്റ്റമർ, നമ്മുടെ ടീമിൽ തന്നെ ഒരു പുതിയൊരു വ്യക്തി കയറി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാലോ, എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അയ്യോ ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആണ് അത് തീർച്ചയായിട്ടും. കാരണം ഇന്ന് എല്ലാവരും ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലചരക്ക് പരിപ്പ് മേടിക്കണം, വീട്ടുകാർ വൈഫ് പറയണം അയ്യോ പരിപ്പും ഉഴുന്നും കഴിഞ്ഞു പറഞ്ഞാൽ ഉടനെ ഹസ്ബൻഡ് എടുത്തു ഓൺലൈൻ. ഗ്രോസറി അടക്കം ഓൺലൈനിൽ വന്നു കഴിഞ്ഞു. പരിപ്പ് ഉഴുന്ന് 2 ദിവസം കൊണ്ട് വീട്ടിലെത്തി, സാധനം എത്തി. കാരണം ഇന്ന് വെയിലത്തേക്ക് പുറത്തിറങ്ങണ്ട, അതുകൊണ്ട് ഇന്ന് ഷോപ്പുകളിൽ തിരക്ക് കുറവാണ്, എല്ലാവരും ഓൺലൈനിന്റെ പുറകിലാണ്. അതാണ് അതിന്റെ സത്യം. ഓൺലൈൻ പ്രൊഡക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കയറി വരാം. ഇന്ന് വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പൊ ഞാനടക്കം ഓൺലൈനിൽ ഞാൻ ചില സമയത്ത് വരാറുണ്ട്. കാരണം എനിക്കൊരു ഷർട്ടോ ടീഷർട്ടോ എടുക്കണമെങ്കിൽ ഷൊർണൂർ കിട്ടില്ല, കാരണം എന്റെ സൈസ് കൊണ്ട്. അപ്പൊ എനിക്ക് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സകം ഞാൻ ഉദ്ദേശിച്ച ടീഷർട്ട് ആയാലും ഷർട്ട് ആയാലും എനിക്ക് ഓൺലൈനിൽ ഉടനെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ആകുമ്പോൾ നമുക്ക് കയ്യിലെത്തി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ അവസരം. ഇപ്പൊ നമ്മൾ ഒരു വീട്ടില് ഒരു കുട്ടി, ആ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യണം, ഈ നമ്മുടെ മോൾക്ക് പേരക്കുട്ടിക്ക് ഒരു റോസ് കളർ ഉടുപ്പ് വേണം, ഒരു പെൺകുട്ടിയാണ്, റോസ് കളർ ഉടുപ്പ് വേണം വെച്ചാൽ ഈ റോസ് കളറാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, ഈ ഞാൻ പറഞ്ഞു ഇന്ന് ഷൊർണൂർ ആണെങ്കിലും തേടി നടന്നാൽ ചിലപ്പോൾ റോസ് കളർ കിട്ടിക്കൊള്ളണമെന്നില്ല.
ചിലപ്പോൾ ഈ ഉടുപ്പിനായിട്ട് തൃശ്ശൂർ പോകേണ്ടി വരും, അല്ലെങ്കിൽ പാലക്കാട് പോയാലും ചിലപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയെന്ന് വരാം. ഇതേ റോസ് ഉടുപ്പ് വേണമെന്ന് വെച്ചാൽ വെറുതെ മൊബൈൽ എടുത്താൽ മതി, വിത്തിൻ 5 മിനിറ്റിനകം നമുക്ക് ആ റോസ് ഉടുപ്പ് സെലക്ട് ചെയ്യാം. അത്രമാത്രം റോസ് ഉടുപ്പുകളാണ് ഇന്നത്തെ വരിക. കാരണം ആമസോൺ എടുത്തു ജസ്റ്റ് റോസ് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം ഉടുപ്പുകളാണ്. ജസ്റ്റ് ഏത് മോഡൽ വേണമെന്ന് ഷെയർ ചെയ്താൽ വിത്തിൻ 2 days 3 days നമ്മുടെ വീട്ടിലെത്തി. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോ നമ്മൾ ഓൺലൈൻ കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു നമ്മൾ പഠിക്കണം. ഇത് സിമ്പിൾ ആണ്, പക്ഷെ അത് ടഫാണ് വിചാരിച്ചിരുന്നാൽ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. മൊബൈലിനകത്ത് ആപ്പ് വേണം. നമുക്കറിയാം പ്ലേ സ്റ്റോറിൽ ചെന്നുകൊണ്ട് നമ്മുടെ മോഡിക്കാർ ആപ്പ് ഉണ്ട്, അത് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ MCA നമ്പറും പാസ്വേഡും ചോദിക്കും. അപ്പൊ MCA നമ്പറും പാസ്വേഡും നമുക്ക് അറിയാം. MCA നമ്പർ അറിയാം, ചിലർ പാസ്വേഡും സൂക്ഷിക്കുകയില്ല. കാരണം രജിസ്ട്രേഷൻ സമയത്ത് നമ്മുടെ മൊബൈലിനകത്ത് മെസ്സേജ് വരുന്നതാണ് പാസ്വേഡ്. ചിലർ എഴുതി വെക്കും, ചിലർ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അപ്പൊ MCA നമ്പർ എപ്പോഴും നമുക്ക് കിട്ടും. പാസ്വേഡ് ആ വ്യക്തി മറന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ വരും. ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ മൊബൈലിലേക്ക് വീണ്ടും പുതിയ പാസ്വേഡ് കമ്പനി അയച്ചു തരികയാണ്. പിന്നെ ആ പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉള്ളിൽ ചെന്ന് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നമ്പറാക്കി മാറ്റാം, നമുക്ക് ഇഷ്ടമുള്ള വാക്യമാക്കി മാറ്റാം. അതിനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പൊ പാസ്വേഡ് കമ്പനി എന്നാൽ അതന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് എപ്പോ വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാം. അതാണ് എന്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്പ് തുറന്നാൽ വരുന്ന ഫസ്റ്റ് പേജ്. നമ്മൾ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ, പേര്, ഏതാണ് റാങ്ക് മേലെ വന്നു കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴെ വരുന്നുണ്ട്. ഇതിനകത്ത് കണ്ടില്ലേ ബിസിനസ്, അതിനകത്ത് നമ്മുടെ ബിസിനസ് സമ്മറി ഉണ്ട്, ബോണസ്, റിപ്പോർട്ട്സ്, KYC വെരിഫിക്കേഷൻ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് താഴെ ഷോപ്പിംഗ്, ഷോപ്പ്, മൈ ഓർഡേഴ്സ്, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, ട്രാക്ക് ഓർഡർ. അപ്പൊ ഞാൻ എന്നാ ഷോപ്പിംഗിലെ ഷോപ്പാണ് നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ഷോപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ രണ്ടാമത്തെ ലൈനിൽ ഷോപ്പിംഗ് എന്ന് കണ്ടില്ലേ ഒരു ട്രോളിയുടെ ചിത്രം, അതാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നതിന്റെ എംബ്ലം. അപ്പൊ ജസ്റ്റ് ആ ഷോപ്പ് എന്നുള്ള എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയാണ് സാധാരണ പേജ് വരിക. ഇവിടെ ഓർഡർ പ്രിഫറൻസ് കണ്ടില്ലേ. അപ്പൊ സെൽഫ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സെൽഫ് വെച്ചാൽ നമ്മൾ തന്നെയാണ്. അല്ല മറ്റുള്ളൊരു മൊബൈൽ മേടിച്ച് സെൽഫ് പറഞ്ഞാൽ ഞാനാവില്ല, ഒരിക്കലും ആവില്ല. അവരുടെ മൊബൈലിൽ സെൽഫ് പറഞ്ഞാൽ അവരാണ് അത് ചിന്തിക്കുക. അപ്പൊ എന്റെ മൊബൈലിനകത്ത് ഓർഡർ പ്രിഫറൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽഫ് MCA നമ്പർ ഇപ്പൊ ഇവിടെ കാണുന്ന 711 30 763 എന്റെ നമ്പറാണ്. അത് അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ മൊബൈലിനകത്ത് എടുത്താൽ നമ്പർ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നോർമൽ ബില്ലിംഗ് അതെല്ലാം ടോട്ടലി ഫസ്റ്റ് വരുന്നതാണ്. അപ്പൊ ഇത് ഡൗൺലൈനിന് വേണ്ടി നമുക്ക് ചെയ്യാം. അത് ഞാൻ ആദ്യം പറയാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെൽഫാണ്. അപ്പൊ ഷിപ്പിംഗ് അഡ്രസ്സ്, രണ്ടാമത് ഷിപ്പിംഗ് അഡ്രസ്സ്. അവിടെ ഡിഫോൾട്ട് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. കമ്പനിക്ക് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് വരും. നമ്മൾ അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അഡ്രസ്സ് ഓൾറെഡി കമ്പനിയിലുണ്ട്, ആ അഡ്രസ്സിലേക്കാണ് ഇവിടെ പ്രിഫറൻസ് കൊടുക്കുക. ഇനിയിപ്പോ ഈ ഡിഫോൾട്ട് ഞാൻ വീട്ടില് എന്റെ സൺ ഓഫ് മാണിക്യം, അണക്കത്ത് വളപ്പിൽ, ഷൊർണൂർ, എന്റെ അഡ്രസ്സ് പിൻകോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ എന്റെ അഡ്രസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അയ്യോ എനിക്ക് വീട്ടിൽ വേണ്ട, ഇപ്പൊ എനിക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ടൗണിൽ ഷൊർണൂർ, പെൻഷൻ സൂപ്പർ മാർക്കറ്റ്, അവിടേക്കാണ് സാധനം വേണ്ടതെങ്കിൽ ഞാൻ ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് കണ്ടില്ലേ, മൂന്നാമത്തെ ബട്ടൺ ആൾട്ടർനേറ്റ്, അതിനെടുത്തിട്ട് സേവ്ഡ് എന്നുള്ള കണ്ടില്ലേ റൈറ്റ് സൈഡ് സേവ്ഡ് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ആ സേവ്ഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സേവ്ഡ് എന്നുള്ള ബട്ടൺ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ കണ്ടില്ലേ ഫസ്റ്റത്തേല് അനിൽകുമാർ M, പെൻഷൻ സൂപ്പർ മാർക്കറ്റ്, MG റോഡ്, ഷൊർണൂർ, ഓപ്പോസിറ്റ് ഡിവൈസ് ഓഫീസ്, ഷൊർണൂരുള്ള എന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അഡ്രസ്സാണ് അവിടെ ഉള്ളത്. അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്യുക. ആ നീല കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ അഡ്രസ്സിലേക്ക് അവിടെ വരും. കണ്ട സബ്മിറ്റ് കൊടുത്തു. ഇപ്പൊ എന്റെ ഷോപ്പിംഗ് അഡ്രസ് കണ്ടില്ലേ, ഷിപ്പിംഗ് അഡ്രസ് കണ്ടില്ലേ, ഡിഫോൾട്ട് എന്നുള്ളത് മാറി ആൾട്ടർനേറ്റില് അനിൽകുമാർ M, പെൻഷൻ സൂപ്പർ മാർക്കറ്റ്. ഇങ്ങനെയാണ് ഞാൻ പോകുന്നതെങ്കിൽ എന്റെ വീട്ടിലേക്കല്ല സാധനം വരിക, എന്റെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് സാധനം വരിക. അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് എവിടേക്ക് വരണം, പ്രൊഡക്റ്റ് വരണം എന്നുള്ളതാണ് ഇതിനുള്ള ഓപ്ഷനാണ് ഞാൻ കാണിച്ചു തന്നത്. നമ്മൾ വീട്ട് അഡ്രസ് കൊടുക്കണോ, വീട്ട് അഡ്രസ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ അനിയന്റെ വീട്ടിലേക്കാണ് വരണമെങ്കിൽ അനിയന്റെ വീട്ടിൽ നമ്മളോട് അടിച്ച് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അനിയന്റെ വീട്ടിലേക്കാണ് പ്രൊഡക്റ്റ് എത്തുക. എവിടെയാണ് അഡ്രസ് ആ അഡ്രസ്സിലേക്ക് സാധനം വരും. അതാണ് ഷിപ്പിംഗ് അഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെലിവറി മോഡ്, അതിന്റെ താഴെ ഡെലിവറി മോഡ് കണ്ടില്ലേ, അതിൽ നമ്മൾ ചെയ്യേണ്ടത് ബൈ കൊറിയർ. അത് നമ്മൾ ബൈ കൊറിയർ ആണ് അതിന്റെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്താൽ ഓറഞ്ച് കളർ വരും. അത് കഴിഞ്ഞാൽ സബ്മിറ്റ് കണ്ടില്ലേ, സബ്മിറ്റ് കൊടുക്കാം. ഈ സബ്മിറ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ സെൽഫ് എന്ന് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എന്റെ നമ്പർ വരാൻ കാരണം. അതേ സമയത്ത് ഡൗൺലൈൻ, ഇപ്പൊ എന്റെ താഴെയുള്ള ഒരു വ്യക്തിക്കാണ് ഞാൻ ഒരു നമ്പർ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ഈ കൊറിയർ വരുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ നമ്മൾ ഡൗൺലൈൻ എന്നുള്ളത് വേണം ടിക്ക് ചെയ്യാൻ, സെൽഫ് അല്ല ഡൗൺലൈൻ.
ഡൗൺലൈൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ MCA നമ്പർ ഇല്ല, കണ്ടില്ല? അപ്പൊ MCA നമ്പർ അടിച്ചു കൊടുക്കണം. MCA നമ്പർ അടിച്ചു കൊടുക്കണമെങ്കിൽ ഒരു മിനിറ്റ്. ആരെങ്കിലും ഒരു MCA നമ്പർ പറഞ്ഞു തരാൻ പറ്റുമോ? ആരെങ്കിലും MCA നമ്പർ? ഞാൻ നോട്ട് ചെയ്തില്ല, ആരെയും നോട്ട് ചെയ്തിട്ടില്ല. 86 എത്ര? 71 ഹലോ, ആ പറയൂ, ക്ലിയർ അല്ലേട്ടാ, അത് നടക്കില്ല. കാരണം എന്താ പറയാ, ഡൗൺലൈനിന്റെ പറ്റുള്ളൂ. ഡൗൺലൈൻ തന്നെ വേണം. നമ്മുടെ വേറെ ടീമിലുള്ളവര് പറ്റാ. ശരിയാ. അല്ലേട്ടാ. ഓ 711 64 052 711 64 64 052. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഡൗൺലൈൻ എന്നുള്ളതിലേക്ക് നമ്മൾ സെലക്ഷൻ മാറ്റി, അതിനുശേഷം നമ്മൾ MCA നമ്പർ അടിച്ചു കൊടുക്കണം. ഇപ്പൊ രാജു സാർ പറഞ്ഞ പോലെ 711 64 052. ഇതെനിക്ക് ആരെയൊന്നും അറിയില്ല, പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ സുകുമാരൻ KC, അതിന്റെ താഴെ പേര് വന്നു. ഈ നമ്പർ മാത്രം രാജു സാർ പറഞ്ഞതുള്ളൂ, ആരെയെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കണ്ട താഴെ കൺസൾട്ടന്റ് നെയിം സുകുമാരൻ KC വന്നു കഴിഞ്ഞു. അത് ആക്ച്വലി എന്റെ ഡൗൺലൈൻ മാത്രം, അത് സാർ പറഞ്ഞ പോലെ എന്റെ ഡൗൺലൈൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. വേറെ ടീമിന്റെ ഡൗൺലൈൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരില്ല. അപ്പൊ ഇപ്പൊ സുകുമാരൻ KC എന്നുള്ള സാർക്ക് വേണ്ടി, സുകുമാരൻ സാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തെങ്കിൽ ഇവിടെ സുകുമാരൻ KC പേര് വന്നു കഴിഞ്ഞു. ഇനി ഷിപ്പിംഗ് അഡ്രസ്സ് നമുക്ക് എന്റെ അഡ്രസ്സിലേക്കല്ലേ വരേണ്ടത്. അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഡൗൺലൈൻ, കാരണം ഡിഫോൾട്ട് ഇപ്പൊ എന്റെ അഡ്രസ്സാണ് കിടക്കുന്നത്. ഡൗൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വീണ്ടും MCA നമ്പർ അടിച്ചു കൊടുക്കുക. സെയിം, അതായത് സുകുമാരൻ സാറ് MCA നമ്പർ അടിച്ചു കൊടുക്കുക. 714 64 052. കണ്ട, ഇവിടെ സുകുമാരൻ സാറിന്റെ അഡ്രസ്സ് വന്നു കഴിഞ്ഞു. നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കമ്പനിയിൽ ഓൾറെഡി സുകുമാരൻ സാറിന്റെ അഡ്രസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അഡ്രസ് ഇവിടെ വന്നു കഴിഞ്ഞു, താഴെ വന്നു കഴിഞ്ഞു. ചെറുതുരുത്തി ഫുൾ അഡ്രസ് അദ്ദേഹത്തിന് വന്നു. ഇനി ഡെലിവറി മോഡ് ബൈ കൊറിയർ. അത് ഡെലിവറി മോഡ് ബൈ കൊറിയർ ആണ് ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇപ്പൊ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലെ ഡീറ്റെയിൽസിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇപ്പൊ ഇത് ഏകദേശം വെൽനസ്സിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് അദ്ദേഹത്തിന് ഓർഡർ വേണമെങ്കിൽ, ആംല ജ്യൂസ് എന്ന് കണ്ടില്ല ഇപ്പൊ ഇവിടെ, അതിന് താഴെ മൈനസ് പ്ലസ് ഉണ്ട്. ഈ മൈനസ് പ്ലസ് ഇപ്പൊ ഒന്നെന്നുള്ളത് 2 ആംല ജ്യൂസ് വേണമെങ്കിൽ ഒരു പ്ലസ്സിൽ 1 ക്ലിക്ക് ചെയ്താൽ 2 എന്നുള്ളതായി. അപ്പൊ 2 ആംല ജ്യൂസ് ആണ് വേണമെങ്കിൽ 2 ആക്കിയ ശേഷം ആഡ് ടു കാർട്ട്, അതിന് താഴെയുള്ള ആഡ് ടു കാർട്ട് ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ താഴെ പ്രൊഡക്റ്റ് ആഡഡ് ടു കാർട്ട്, പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞു. ഇത് കാർട്ടിൽ കയറി കഴിഞ്ഞു. ഈ കാർട്ടിൽ കയറി കഴിഞ്ഞാൽ, ഓർഡർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡ് മേലെ കണ്ടില്ല, ആ ഒരു നീല കളറിൽ ഒരു ഒന്നുള്ള ഒരു ബാഗിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്റ് സൈഡ് ഏറ്റവും ടോപ്പിൽ. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോ കൊടുത്ത ഓർഡർ ആണ്, കണ്ടില്ലേ? ഡൗൺലൈൻ ഓർഡർ ആണ്. നമ്മൾ ഡൗൺലൈന് വേണ്ടി ഓർഡർ ചെയ്യാണ്. അതിൽ പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തിട്ടുള്ളത് പ്രൊഡക്റ്റ് നെയിം ആംല ജ്യൂസ്, ക്വാണ്ടിറ്റി 2, BV PV അതടക്കം അപ്പൊ തന്നെ നമുക്ക് കാണിക്കും. എമൗണ്ട് 640 രൂപ. ഇതാണ്. ഇനി ഇവിടെ നമുക്ക് 2 നല്ല, അപ്പൊ സുകുമാർ സാറിന് അയ്യോ 2 പോലെ എനിക്ക് 3 എണ്ണം വേണമെന്ന് അപ്പോഴാണ് അറിയിച്ചെങ്കിൽ, ഇവിടെ പെണ്ണിന്റെ ചിത്രം കണ്ടില്ലേ, ആ പെണ്ണിന്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ വന്നു. അപ്പൊ 2 എന്നുള്ളതിനെ പ്ലസ് ചെയ്യുക, 3 ആക്കുക. കണ്ടോ, ഇപ്പൊ 3 മേലെ 3 എന്ന് വന്നു. പക്ഷെ ഇവിടെ ആക്കിയ പോലെ താഴെ അപ്ഡേറ്റ് കൊടുക്കണം. താഴെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇതിൽ ഓർഡറിലേക്ക് 3 പ്രൊഡക്റ്റ് ആയി. ഇവിടെ നമുക്കിപ്പോ കണ്ട BV PV മാറി, എമൗണ്ട് 960. അപ്പൊ അയ്യോ സുകുമാർ സാറാണ്, അയ്യോ ആംല ജ്യൂസ് അല്ല, സോറി ഉദ്ദേശിച്ച ആംല ജ്യൂസ് അല്ല കേട്ടോ, മാറിപ്പോയി, പ്രൊഡക്റ്റ് മാറിപ്പോയി എന്ന് വെച്ചാൽ ഈ പെണ്ണിന്റെ ചിത്രം എടുത്തില്ല, അതിന് തൊട്ടപ്പുറത്ത് ഡെലിറ്റ് ബട്ടൺ കണ്ട, ഒരു കൂട, ആ ഡെലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കും ആർ യു ഷുവർ യു വാണ്ട് ടു റിമൂവ് ആംല ജ്യൂസ് ഫ്രം കാർട്ട്, അത് നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ് കൊടുക്കുക. ആ കാർട്ട് ഫുള്ള് empty ആയി, ആംല ജ്യൂസ് ഓർഡർ പോയി. അപ്പൊ വീണ്ടും പഴയതിലേക്ക് പോകാൻ ഏറ്റവും ലെഫ്റ്റ് സൈഡ് ഒരു ആരോ കണ്ടില്ലേ, ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ബാക്കിലേക്ക് പോകാൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആംല ജ്യൂസ് അല്ല, അതിന് പകരം വേറെ ജ്യൂസാണ്, അതായത് ഉദ്ദേശിച്ചത് അലോവേറ ജ്യൂസാണ്. അലോവേറ ജ്യൂസാണ്, അത് 2 എണ്ണം വേണം. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് 2 ആക്കി ആഡ് ടു കാർട്ട് കൊടുത്തു. ഓക്കെ, പ്രൊഡക്റ്റ് ആഡഡ് ടു കാർട്ട്. ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡുള്ള ബാക്കിലേക്ക് പോവാം. ഇനി നമുക്ക് വെൽനസ് അല്ല വേണ്ടത്, ഇനി വേണ്ടത് പേസ്റ്റ് ആണ്.
നമ്മുടെ നീല പേസ്റ്റാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് പേഴ്സണൽ കെയറിനാണ് പേസ്റ്റുകൾ വരുന്നത്. അത് താഴേക്ക് ജസ്റ്റ് പേസ്റ്റ് എടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ സെർച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പിക്ചർ നോക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ ഞാനിത് സെർച്ച് ചെയ്യല്ല, ജസ്റ്റ് ഇത് പ്രൊഡക്റ്റ് പിക്ചർ നോക്കി എടുക്കുമ്പോൾ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഇതിൽ എന്താണ് പേര് കൊടുത്തത് അത് നമ്മൾ സെർച്ച് ചെയ്താൽ അവിടെ സെർച്ച് പെട്ടെന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. ഇനി വേണ്ട നമുക്ക് ചിത്രം നോക്കി എടുക്കുകയാണെങ്കിൽ ഇതാ പേസ്റ്റ് വന്നു കഴിഞ്ഞു. ആ പേസ്റ്റ് 4 പേസ്റ്റ് വേണമെന്ന് വെച്ചാൽ പ്ലസിൽ അമർത്തി 4 ആക്കുക. 4 എന്നുള്ള വന്നു കഴിഞ്ഞു. ഇനി ആഡ് ടു കാർട്ട്, ഇത് ആഡ് ടു കാർട്ട് എന്തായാലും കൊടുത്താലാണ് അത് കാർട്ടിലേക്ക് കയറിപ്പോവുള്ളൂ, ഓർഡർ ആയിട്ട് കയറിപ്പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 4 എന്ന് വെച്ചിട്ട് ബാക്കപ്പ് അത് കയറി വരില്ല. അപ്പൊ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്തു, അവിടെ ഉടനെ പച്ചയിൽ എഴുതി കാണിച്ചു പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട്. ഇത് നമ്മൾ വീണ്ടും വേണമെങ്കിൽ കാർട്ട് എടുത്ത് നോക്കാം. അപ്പൊ 2 ഓർഡർ നേരത്തെ കൊടുത്ത അലോവേറ ജ്യൂസ് ഓൾറെഡി ഉണ്ട്, ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് 4 ഇനി ഇതിന്റെ ഏറ്റവും താഴെ നീല കളറിൽ ഒരു ബോക്സ് ഉണ്ട്, നീല കളറിൽ താഴെ അവിടെ ടോട്ടൽ എമൗണ്ട് ഇപ്പൊ 2 ഓർഡറും കൂടെ നമുക്ക് 880 രൂപയായി. അവിടെ ടോട്ടൽ BV 366 BV ആയി. ഈ ടോട്ടൽ ഓർഡർ കേട്ടോ, ടോട്ടൽ ഓർഡർ BV 366, PV 13.56 PV ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഓരോ ഓർഡർ കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു 100 PV ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 100 PV ആവുന്നവരെ നമുക്ക് എടുത്ത് ചെക്ക് ചെയ്താൽ 100 ആയോ, ഓരോ തവണ എടുത്തു നോക്കാൻ 75, 86, 94, 116. അപ്പൊ നമുക്ക് അറിയാം PV 116 ആയി കഴിഞ്ഞു എന്നുള്ളത്. അതിനുള്ള ഓപ്ഷനാണ്. ഇനി വീണ്ടും ഏറ്റവും മേലെ ലെഫ്റ്റ് സൈഡ് ബാക്കിലേക്ക് പോവാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ലോണ്ടറി സോപ്പ് പൊടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോണ്ടറി കാർ പോവാ, ലോണ്ടറി കാർ പോയിട്ട് വാഷ്മേറ്റ് പോപ്പുലർ ഡിറ്റർജന്റ് പൗഡർ, ഇത് നമുക്കൊരു 3 പ്രൊഡക്റ്റ് വേണം. 3 പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തു, ആഡ് ടു കാർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ബാക്ക് പോവാ. വീണ്ടും നമുക്ക് വേറെ ഹോം കെയർ ആണ്. ഹോം കെയറിൽ നമുക്ക് ബിയോണ്ട് ബ്ലൂ ആണ് വേണമെങ്കിൽ ബിയോണ്ട് ബ്ലൂവിൽ പോവാ, ജസ്റ്റ് 2 പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട്. വീണ്ടും ബാക്കിലേക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇപ്പൊ സ്കിൻ കെയറിൽ പോയിട്ട് ഒരു ആള് പറയണം എനിക്ക് നല്ലൊരു ഫേസ് വാഷ് വേണം, ഏറ്റവും സൂപ്പർ സാധനം തന്നെ വേണമെന്ന് വെച്ചാൽ ഏറ്റവും താഴെ നോക്കിക്കോളൂ, റിപ്പയർ ആൻഡ് ബാലൻസിങ് ഫോമിംഗ് ഫേസ് വാഷ്. ആ ഫേസ് വാഷ് നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ അത് ആഡ് ടു കാർട്ട് കൊടുത്തു. അപ്പൊ ഇതെല്ലാം ആപ്പ് എടുത്ത് നോക്കണം ഇത് ഏത് സെക്ഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഏത് ഡിവിഷനാണ് കിടക്കുന്നത്. ഇനി ഫുഡ് ആൻഡ് ബിവറേജിൽ പോയിട്ട് ജസ്റ്റ് തവിടെണ്ണ വേണം പറയാണ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇവിടെ സെർച്ചിൽ കൊടുക്കാം, റൈസ് ബ്രൈൻ ഓയിൽ അടിച്ചാൽ തന്നെ അതിനകത്ത് വരും RIC റൈസ് ബ്രൈൻ ഓയിലിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു, പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ പിക്ചർ നോക്കി എടുക്കുക, ഓടിച്ച് നോക്കണമെന്നില്ല, സെർച്ച് ചെയ്യാൻ അറിയുന്നവർ സെർച്ച് ചെയ്തെടുക്കുക. ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്താൽ റൈസ് ബ്രൈൻ ഓയിൽ പൗച്ച് വന്നു, അതൊരു 3 എണ്ണം വേണം. അപ്പൊ 3 എണ്ണം പ്ലസ് ചെയ്ത് 3 എണ്ണം ആക്കി ആഡ് ടു കാർട്ട്. ഓക്കെ, അത് ഓർഡർ കാർട്ടിൽ കയറി. ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്ര രൂപയെന്ന് അറിയണമെങ്കിൽ മേലെ റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ ആ ബാഗിന്റെ അവിടെ കണ്ടില്ലേ 6 തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ 6 ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 6 പ്രൊഡക്റ്റും എന്താണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഇതാ, അപ്പൊ അതിന്റെ ഏറ്റവും താഴെ ടോട്ടൽ എമൗണ്ട് 3000 രൂപ കണ്ടില്ലേ. അപ്പൊ നമുക്ക് 3000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. 3000 രൂപ ടോട്ടൽ BV 1188 BV ആയി. നമുക്ക് PV 44 PV. അപ്പൊ നമ്മളൊരു 100 PV ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. 3000 രൂപയിലെ പ്രൊഡക്റ്റിലാണ് നമുക്ക് ഉദ്ദേശിച്ച ആ ഫ്രീ പ്രൊഡക്റ്റ് എങ്കിൽ ഇപ്പൊ ഇവിടെ കറക്റ്റ് 3000 ആയി. ഇത് എന്ത് ചെയ്യണം, ഇത് ഓർഡർ ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ ചെക്ക്ഔട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ചെക്ക്ഔട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ആൻ ഓഫർ, ഇതിൽ ഏത് ഓഫറാണ്, ഗോ വിത്തൗട്ട് ഓഫർ. ഇപ്പൊ നമുക്ക് വിത്തൗട്ട് ഓഫർ അല്ല, കാരണം നമുക്ക് അറിയാം 15-ാം തീയതി വരെ വിത്ത് ഓഫറോട് കൂടിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. കാരണം 15-ാം തീയതി വരെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ റീപർച്ചേസ് പ്രോഗ്രാം ആണ് അതിന് വാല്യൂ. 15-ാം തീയതി വരെ റീപർച്ചേസ് പ്രോഗ്രാം വാല്യൂ ഉണ്ട് നമ്മൾ ഓൾറെഡി പഴയ ജോയിനിങ്ങുകൾക്ക്. അപ്പൊ റീപർച്ചേസ് പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതാണ്ട് ചൂസ് റീപർച്ചേസ് പ്രൊഡക്ട്സ്, ഇതിൽ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ് കമ്പനി ചോദിക്കുന്നത്. ഫ്രീ പ്രൊഡക്റ്റ് ഏത് വേണം, അവിടെ കണ്ടില്ല സെറ്റ് 1 ക്ലൻസിങ് ജെൽ വിത്ത് എയർ ആപ്രിക്കോട്ട് ആൻഡ് ടീ ട്രീ ഓയിൽ, അത് നമുക്കറിയാം ക്ലൻസിങ് ജെൽ ഫേസ് വാഷ്. രണ്ടാമത് സെറ്റ് 2 5-in-1 ലിക്വിഡ് ഡിറ്റർജന്റ് വിത്ത് പവർ സൈം ആൻഡ് നാച്ചുറൽ സോഫ്റ്റ്നർ ബയോസേഫ് ഫോർമുല. നമുക്കറിയാം 5-in-1 എന്ന് പറയുന്ന ലിക്വിഡ് സോപ്പാണ്, ആ വെള്ള ബോട്ടില് 5-in-1 ഡിറ്റർജന്റ് സോപ്പ് ആ ലിക്വിഡ്. ഇനി സെറ്റ് 3 കണ്ടില്ലേ അശ്വഗന്ധയാണോ വേണമെന്നാണ് ചോദിക്കുന്നത്. സെറ്റ് 4 ചോക്ലേറ്റ് സ്പ്രെഡ് വിത്ത് ഹേസൽനട്ട്, കാരണം നമുക്കറിയാം ന്യൂട്രല്ല പോലത്തെ ആ പ്രൊഡക്റ്റ്, അതായത് ചോക്ലേറ്റ് സ്പ്രെഡ് വിത്ത് ഹേസൽനട്ടിന്റെ ആ ഡബ്ബ. അപ്പൊ 4 ഓപ്ഷൻ ഉള്ളത്. ഇനിയിപ്പോ ഇതിൽ ഏതെങ്കിലും അശ്വഗന്ധ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അവിടെ കാണിക്കും അശ്വഗന്ധ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് അവിടെ എഴുതി കാണിക്കും. അപ്പൊ ഒരിക്കലും അശ്വഗന്ധ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 4 പ്രൊഡക്റ്റ് അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ലിക്വിഡ് ഡിറ്റർജന്റ് ലിക്വിഡ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തേന് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ വന്നുകൊണ്ട് കണ്ടോ. ഡെലിവറി ഡീറ്റെയിൽസ് ബൈ കൊറിയർ ആണ്, കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അഡ്രസ്സ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് പുതുശ്ശേരി അഡ്രസ്സ് സുകുമാരൻ സാറിന്റെ.
അദ്ദേഹത്തിന് പിൻകോഡ് വന്നു, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഇതാ കണ്ട, ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പറും ഒറിജിനൽ മൊബൈൽ നമ്പറും അതേ വന്നു കഴിഞ്ഞു. പ്രൊഡക്റ്റിന്റെ എമൗണ്ട് 3000 രൂപ. ഓഫർ റീപർച്ചേസ് പ്രോഗ്രാം അപ്ലൈഡ്. ഓക്കെ. ഓഫർ പ്രൊഡക്ട്സ് 1 രൂപ. ആ 5-in-1 നമ്മുടെ ലിക്വിഡ് സോപ്പിന് 1 രൂപ ചാർജ് ചെയ്യും. ഫ്രീ പ്രൊഡക്റ്റ് ഏതാണോ അതിന് 1 രൂപ ബിൽ ചാർജ് ചെയ്യും. അതാണ് ഈ 1 രൂപ. അപ്പൊ ഇവിടെ 3001 ടോട്ടൽ എമൗണ്ട് 3001 വന്നു. കണ്ടില്ലേ, ഇവിടെ ഷിപ്പിംഗ് ചാർജ് ഇല്ല. കാരണം 2000-ന് മേലെ 3000 രൂപയായി. ഇത് 2000-ന് താഴെ 1500 ആണെങ്കിൽ ഇപ്പൊ ഇവിടെ 70 രൂപ ഷിപ്പിംഗ് ചാർജ് കാണിക്കും. അപ്പൊ 2000-ന് താഴെ ചാർജസ് ഉണ്ട്, 2000-ന് മുകളിൽ എത്രയാണെങ്കിലും നമുക്ക് ഫ്രീ ആണ്. ഇപ്പൊ 3000 രൂപ ആയതുകൊണ്ട് അവിടെ ചാർജസ് ഇല്ല, ഫ്രീ ആയിട്ട് 3001 രൂപ നമുക്ക് കൊടുക്കണ്ടു. ഇനി ഇതിൽ ചെയ്യേണ്ടത് സെലക്ട് പേയ്മെന്റ് ഓപ്ഷൻ. എന്താണ് പേയ്മെന്റ് ഓപ്ഷൻ? നമ്മൾ ഇത് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഓപ്ഷനാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെന്റ് ഓപ്ഷൻ ജസ്റ്റ് ആ കറുത്ത ഡോട്ടില്ലേ, ആ റൈറ്റ് സൈഡിൽ പേയ്മെന്റ് ഓപ്ഷൻ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു കറുത്ത ഡോട്ട് കാണുന്നുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ചോദിക്കും നെറ്റ് ബാങ്കിങ് ആണോ, വാലറ്റ് ആണോ, കാർഡ് ആണോ, UPI ബാർ കാർഡ്. UPI പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ കാര്യങ്ങളാണ്. കാർഡ് ആണോ, അതായത് നമ്മൾ ATM കാർഡ് ഉപയോഗിച്ചാണോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. വാലറ്റ് ആണോ? വാലറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ചെയ്ത സമയത്ത് എന്റെ മോളുടെ ആതിര എന്നുള്ള പേരിലാണ് ഞാൻ ശരിക്കും ഓർഡർ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ആ സ്പീഡിനകത്ത് തെറ്റിദ്ധാരണ കൊണ്ട് എന്റെ ഡിഫോൾട്ട് തന്നെ ഓർഡർ കയറിപ്പോയി, എന്റെ പേരിൽ തന്നെ ഓർഡർ ആയി. ആ ഓർഡർ പോവുകയും ചെയ്തു. ഞാൻ എല്ലാം ക്യാഷ് എല്ലാം അയച്ച് ഓർഡർ ആയിപ്പോയി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ എന്റെ മോൾ ആതിര എന്നുള്ള പേരിൽ ഞാൻ ചെയ്യേണ്ടതിന് പകരം എന്റെ പേരിൽ ആ ഓർഡർ പോയി. ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ ഒരിക്കലും നമുക്ക് ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടില്ല. കമ്പനിയിൽ ക്യാഷ് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് വാലറ്റ് എന്നുള്ള ഓപ്ഷനാണ്. നമ്മുടെ വാലറ്റിനകത്തായിരിക്കും ആ ക്യാഷ് വരിക. ക്യാഷ് വന്ന് തിരിച്ച് കിടക്കുന്നുണ്ടാവും, ആ വാലറ്റിൽ കിടക്കുന്നുണ്ടാവും. ആ ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്റെ പേരിലാണ് ഓർഡർ പോയത്, അതൊന്ന് ക്യാൻസൽ ചെയ്യണം പറയുമ്പോൾ അവര് ക്യാൻസൽ ചെയ്യും. അവര് ക്യാൻസൽ ചെയ്തിട്ട് വിത്തിൻ 1 ഡേക്കകത്ത് എന്റെ ആ അടച്ച എമൗണ്ട് എന്റെ വാലറ്റിൽ വന്ന് കിടക്കുന്നുണ്ടാവും, വാലറ്റിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആതിരയുടെ പേരിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടിച്ചു കണ്ട് ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ആ വാലറ്റ് എടുക്കാം. അപ്പൊ ഓൾറെഡി വാലറ്റിനകത്ത് ആ നേരത്തെ കൊടുത്തുള്ള ക്യാഷ് അവിടെ നിന്ന് കിടക്കുന്നുണ്ടാവും. ഈ വാലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. അതാണ് ഈ വാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന കാർഡാണ്. ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, UPI ഗൂഗിൾ പേ ആണെങ്കിൽ ചെയ്യാം. ഇവിടെ കാർഡ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് വെക്കുക. അടുത്തത് കൺഫേം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണ്. നമ്മളെല്ലാം വായിച്ച് മനസ്സിലാക്കി ഇത് കൺഫേം ആക്കി കൊടുക്കാം. അടുത്ത് പേയ്മെന്റ് മോഡിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. 3001 രൂപയാണ് പേ മോഡിക്കൽ ലിമിറ്റഡിലേക്ക് ചെയ്യുന്നത്. ഇവിടെ UPI കാർഡ് ഉണ്ട്. ജസ്റ്റ് UPI എന്ന് പറയുമ്പോൾ അവിടെ കണ്ട ഗൂഗിൾ പേ പല ഓപ്ഷൻസ് ഉണ്ട്. ആമസോൺ ഉണ്ട്, Paytm ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, iMobile പേ ഉണ്ട്, ബജാജ് ഫിൻസർവ്, ഏതിൽ വേണമെങ്കിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഗൂഗിൾ പേ ആണ് അധികം ചെയ്യാം. ഗൂഗിൾ പേ ആണെങ്കിൽ താഴെ കണ്ടില്ല ഗൂഗിൾ പേ എന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അധികം കാർഡ് സിസ്റ്റം ആണ് ചെയ്യുക, അതായത് നമ്മൾ ATM കാർഡ് വെച്ച് ചെയ്യുക. അപ്പൊ കാർഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് കയറി പോവാം. കാർഡ് എന്നുള്ള ഓപ്ഷനിൽ കയറി പോയാൽ കാർഡ് ഹോൾഡർ നെയിം, നമ്മുടെ കാർഡിനകത്ത് നമ്മുടെ പേര് എന്താണോ ആ പേരോട് അടിച്ചു കൊടുക്കുക. ഇപ്പൊ എന്റെ ആണെങ്കിൽ അനിൽകുമാർ M എന്ന് അടിച്ചു കൊടുത്തു. കാർഡ് നമ്പർ ATM കാർഡിൽ ആ നമ്പർ ഉണ്ടാവും, 412 നമ്പർ ഉണ്ടാവും. ആ 12 നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ MMYY അതായത് കാർഡിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ എക്സ്പയറി ഡേറ്റ് ആണ് കാർഡിൽ ഉണ്ടാവുക. ഇപ്പൊ എന്റെ കാണിക്കുന്നത് 11/28. ആ 28 വരെ ആ കാർഡിന് വാല്യൂ ഉണ്ട്. 11-ാം മാസം 28 2028 അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അടിച്ചു കൊടുക്കുക. 4-ാം ഇവിടെ കണ്ട് CVV എന്നാൽ കാർഡിന്റെ ഒരു സീക്രട്ട് കോഡാണ്. അത് നമ്മുടെ ATM കാർഡിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവും. ബാക്ക് സൈഡിൽ ഒരു 3 ഡിജിറ്റ് ഉണ്ടാവും. ആ ഡിജിറ്റാണ് നമ്മളോട് CVV എന്ന് അടിച്ചു കൊടുക്കേണ്ടത്. എല്ലാ ATM കാർഡിന്റെ ഫ്രണ്ട് സൈഡില്ല ബാക്ക് സൈഡിൽ നമ്മുടെ ഒരു കോമൺ ഒരു സീക്രട്ട് കോഡ് നമ്പർ ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക, CVV കൊണ്ട്. എന്നിട്ട് പേ എന്നുള്ള 3001 തൊടുക. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് കയറി ചേരും. അടുത്ത പേജിൽ വരുന്നത് OTP ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ OTP പറഞ്ഞാൽ ഉടനെ വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ ചിത്രം ചെയ്തു അടുത്ത ഈ പേ എന്നുള്ള 3001 ഇപ്പൊ കളർ മാറിയില്ല, കണ്ട കളർ മാറി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ ചെന്നാൽ പിന്നെ ഓപ്ഷൻ OTP കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ്. OTP വെച്ചാൽ നമ്മളും ബാങ്കിലേക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു, ബാങ്ക് നമുക്ക് തരികയാണ്, സാങ്ഷൻ ആക്കുകയാണ്, ഈ OTP അടിച്ചോളൂ എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ആ മെസ്സേജ് നമ്മൾ എടുത്തു നോക്കുക. ആ എത്രയാണോ കോഡ്, ഒരു 6 നമ്പറുള്ള കോഡായിരിക്കും അധികം ഈ OTP നമ്പറായിട്ട് വരിക. ആ OTP എന്നുള്ള അടിച്ചു കൊടുക്കേണ്ട ഭാഗത്ത് 6 നമ്പർ അടിച്ചു കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്താൽ നമ്മുടെ ഓർഡർ കമ്പനിക്ക് പോയി കഴിഞ്ഞു. ഇത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആണെങ്കിൽ ഇത് വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇത് ഏത് അർദ്ധരാത്രി ആയിക്കോട്ടെ,
നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഓർഡർ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ സമയത്താണ് ആ സമയത്ത് ഇത് ചെയ്യാം. ഒരു ടൈമിംഗ് ഇല്ല. ഇപ്പൊ നമ്മൾ DP ചെയ്യണമെങ്കിൽ നമ്മൾ ആ DP ലോക്ക് 6 മണി വരെ ആണെങ്കിൽ 6 മണിക്ക് മുന്നേ പോയാൽ പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് രാത്രി എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ ഓൺലൈനിലുള്ള ഒരു ഓപ്ഷൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഒരിക്കലും നമ്മൾ DP ചെറുതായി കാണാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് DPയും ഇത് നമ്മളുടെ വ്യത്യാസം ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇപ്പൊ നമുക്ക് വീട്ടിൽ മോള് ചോദിക്കണം, സാർ അച്ഛാ എനിക്ക് ഇന്ന കളർ നെയിൽ പോളിഷ് വേണം, ഈ കളർ നെയിൽ പോളിഷ് വേണം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ DP ചെന്നാൽ നെയിൽ പോളിഷ് അത് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം കമ്പനിക്ക് കിടക്കുന്നു 100-300 ഷെയ്ഡുകളാണ് കിടക്കുന്നത്. 10-200-300 ഷെയ്ഡ് നമ്മുടെ കമ്പനിക്ക് നെയിൽ പോളിഷ് മാത്രമായിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിനകത്ത് കയറിയാൽ അത്ര നെയിൽ പോളിഷ് നമ്മുടെ ഇവിടെ കാണാൻ പറ്റും. ആ നെയിൽ പോളിഷ് നമുക്ക് കളർ തന്നെ സെലക്ട് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും പ്രൊഡക്റ്റ് ചിലപ്പോൾ നമ്മുടെ DPയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഇതിന് വേറൊരു നെഗറ്റീവ് വശം കൂടെ ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു DPയിലേക്ക് പോയി കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റോക്ക് ഇല്ല, പക്ഷെ ബില്ല് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് ബില്ല് ചെയ്തു. രണ്ടാമത് ഈ പ്രൊഡക്റ്റ് എടുക്കാൻ വീണ്ടും നമ്മൾ DPയിൽ ഒന്നും കൂടി ചെല്ലേണ്ടി വരില്ല. ആ വഴി പാസ് ചെയ്യുമ്പോൾ രണ്ടാമത് നമുക്ക് കിട്ടാത്ത പ്രൊഡക്റ്റ് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ഓൺലൈനിൽ അങ്ങനെയുള്ള ഓപ്ഷനേ ഇല്ല. നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുമോ, ആ പ്രൊഡക്റ്റ് ബില്ല് ചെയ്യാൻ പറ്റും. ബില്ല് ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ സ്പോട്ടിൽ രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസം നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വീട്ടിൽ നമ്മുടെ ഷോപ്പിൽ എത്തും. വീട്ടിലാണെങ്കിൽ ഷോപ്പിൽ ഏത് അഡ്രസ്സോ കൊടുത്ത് വെച്ചാൽ അവിടെ എത്തും. നമ്മൾ അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ്. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് കാലിന് ഒരു ആക്സിഡന്റിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊക്കെ. സാധാരണ ആകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ചെയ്തിരുന്ന തൃക്കങ്കോട് എന്നുള്ള DPയിലാണ് പോയിക്കൊണ്ടിരുന്നത്. തൃക്കങ്കോട് DP ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ ഞാൻ അന്ന് പോകുന്ന സമയത്ത് ചിലപ്പോൾ 10 ബിയോണ്ട് ബ്ലൂ, 10 ജസ്റ്റ് പാത്രം കഴുകാനുള്ള ലിക്വിഡ്, ഇതെല്ലാം ഒരു 10 ബോട്ടിൽ എടുക്കുമ്പോൾ ഇത് നമ്മൾ ഏറ്റി മേലെന്ന് താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ അത് വീണ്ടും ഇവിടേക്ക് എത്ര ദൂരം എത്തിക്കാനുള്ള കഷ്ടം ആലോചിച്ച് നോക്കുക. ചില ബൈക്കിലായിരിക്കും പോകുന്നത്, ബൈക്കിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഓൺലൈനിൽ കൊടുക്കും. സ്റ്റോക്ക് അവർ നേരെ കൊറിയർ, സാർ ഇത് എവിടെ വെക്കേണ്ടത്, ഇന്ന സ്ഥലത്ത് സ്പോട്ടിൽ വെക്കുക പറഞ്ഞാൽ അവിടെ നമ്മുടെ കാലിലോട്ട് സാധനം എത്തിക്കഴിഞ്ഞു. അതാണ് ആ ഒരു ഫീലിംഗ് ആണ് ഭയങ്കരം. ഇത് നമ്മളൊരു DP ചെന്ന് ഏറ്റി കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കുള്ള ബുദ്ധിമുട്ട്. ഇന്ന് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ടീമിൽ വരുന്ന മെമ്പേഴ്സിന് സിമ്പിളായി പറഞ്ഞു കൊടുക്കുക, ഇത്രയുള്ള ഓപ്ഷൻ ഉണ്ട് സാർ, നമുക്ക് വീട്ടിൽ രണ്ടാമത്തെ ദിവസം സാധനം എത്തും എന്ന് പറയുമ്പോൾ അവരിതിലെ താല്പര്യപ്പെടുക. അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് ഇത് പറയാണ്. അപ്പൊ അവർ ചോദിക്കും പ്രൊഡക്റ്റ് ഒക്കെ മനസ്സിലായി, ഇത് എവിടുന്ന് കിട്ടുക എന്ന് അറിയാത്തവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, സാർ ഇത് DPയിൽ ചെന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് മേടിക്കാൻ പറ്റുക. സാധാരണ കടകളിൽ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉണ്ട് പല സ്ഥലത്ത്. അവിടെ ചെന്ന് ആ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലാണ് പ്രൊഡക്റ്റ് മേടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അവൻ ധരിക്കും, ഇത് പിന്നെ ഇവിടെ സമയമില്ലാത്ത സമയത്ത് ഈ DPയിൽ പോയിട്ട് പ്രൊഡക്റ്റ് അവൻ പറഞ്ഞില്ലെങ്കിലും ഉള്ളിനുള്ളിൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഞാനത് അവിടെ പോയി മേടിക്കണ്ടേ, എനിക്ക് ആ സൗകര്യം ഇല്ലല്ലോ എന്ന് പറയാൻ അവൻ മനസ്സിൽ ഉണ്ടാവും, പക്ഷെ പുറത്ത് പറയില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഓൺലൈൻ വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സാറേ. 2000-ന് മുകളിലാണെങ്കിൽ നമുക്ക് ഒരു 10 പൈസ ചെലവില്ല, 3-ാമത്തെ ദിവസം നമ്മുടെ സാധനം സ്പോട്ടിൽ എത്തും എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമർക്ക് ഏതാണോ ഫ്രീ, കസ്റ്റമറെ സിമ്പിളാക്കി മാറ്റുക, കാര്യങ്ങൾ സിമ്പിളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് അവർ ഇതിലേക്ക് വില്ലിംഗ് ആയിട്ട് വരുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ആദ്യം ഇത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള മോഡൽ. ഇതൊക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അടുത്തൊരു ഓപ്ഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഷോപ്പിൽ കയറി ജസ്റ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓർഡർ എന്താണ്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ധൃതിയുള്ള സമയത്ത് ഓർഡർ ചെയ്തു, പിന്നെയാണ് വീട്ടിൽ വൈഫ് ചോദിക്കുക, അതെ മറ്റേ ഗ്ലൂക്കോ ഹെൽത്ത് ഓർഡർ ചെയ്തോ, അത് കഴിയാറായിട്ടോ. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തോ ഇല്ലയെന്ന് പിന്നെ ഡൗട്ടായി, അയ്യോ ഇത് എന്താ ഓർഡർ ചെയ്ത് നമുക്കൊരു ഐഡിയ ഇല്ല, എന്താ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള ഡൗട്ടായി. അതിന് നമുക്കൊരു ഓപ്ഷൻ മൈ ഓർഡേഴ്സ്, രണ്ടാമത്തെ ബട്ടൺ, ആ ബാഗിന്റെ ബട്ടൺ കണ്ട മൈ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ ഹിസ്റ്ററി ചോപ്പിൽ കാണിക്കുന്നുണ്ട്. ഓർഡർ ഹിസ്റ്ററി ആണ്. സെലക്ട് ഓർഡർ ഡേറ്റ്, ഫസ്റ്റത്തെ ഓപ്ഷനിലെ ബ്ലാക്ക് ബട്ടണിൽ സെലക്ട് ഓർഡർ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളൊരു ഇന്നലെയാണ് ഓർഡർ കൊടുത്തെങ്കിൽ പ്രീവിയസ് 7-ാമത്തെ ദിവസം, അതായത് മുന്നത്തെ 7 ദിവസത്തെ ഓർഡറുകളെല്ലാം അവിടെ കയറി വരും. അപ്പൊ പ്രീവിയസ് 7 ദിവസം കൊടുക്കാം, പ്രീവിയസ് 15 ദിവസം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ പ്രീവിയസ് 7 ദിവസത്തെ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ ക്ലിക്ക് ചെയ്തു. ഇനി സെലക്ട് ബിൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സക്സസ് ആണോ, ഫെയിൽഡ് ആണോ, പെൻഡിങ് ഓർഡർ ആണോ, ഏതാണ് അറിയണ്ടേ. അപ്പൊ അവിടെ നമ്മൾ പറയുന്നു ഓൾ കൊടുക്കാം. ഓൾ കൊടുത്താൽ നമ്മൾ നേരത്തെ കൊടുത്തുള്ള സക്സസ് ഓർഡറുകളും പെൻഡിങ് ഓർഡറുകളും പേയ്മെന്റ് കറക്റ്റ് ആവാത്ത ഓർഡർ എല്ലാം കയറി വരും. ഇനി ഇവിടെ സബ്മിറ്റ് കൊടുത്ത് നോക്കുക. കണ്ടോ, ഇപ്പൊ സുകുമാരൻ കേസിൽ സാർ നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല, ഓർഡർ ജസ്റ്റ് ഇങ്ങ് കാണിക്കുക, പെൻഡിങ് കാണിക്കുക, എന്റെ സ്റ്റാറ്റസ് ഉണ്ടോ, പെൻഡിങ് ആണ്, പേയ്മെന്റ് ചെയ്തിട്ടില്ലല്ലോ. പേയ്മെന്റ് ചെയ്താൽ സുകുമാരന്റെ വീട്ടിലേക്ക് സാധനം പോകും, എന്റെ പേയ്മെന്റ് പോയി സുകുമാരൻ സാറിന്റെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും. അപ്പൊ അത് ഞാൻ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓർഡർ കൊടുത്തു, പേയ്മെന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പെൻഡിങ് കാണിക്കുന്നത്.
അപ്പൊ വേണ്ട ഓർഡർ വാല്യൂ 3001, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഓർഡർ BV, ഓർഡർ ടൈപ്പ് ഏതാണ്, ക്യാഷ് ഫ്രീ കണ്ട എല്ലാം, റിക്വസ്റ്റ്, ഇവിടെ ഓർഡർ നമ്പർ കണ്ട NLAD 29011. ഈ നീല കളറിൽ കാണുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡർ നമ്പർ. ഈ ഓർഡർ കൊടുത്തു, പക്ഷെ സ്റ്റാറ്റസ് ഫെയിലാണ്, സക്സസ് അല്ല, പേയ്മെന്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഈ ഓർഡർ. ഇനി ഞാൻ താഴേക്ക് വരാം. ഇതിപ്പോ ഇതാണ് ഈ അതിന്റെ താഴെ ഇരിക്കുന്ന ഓർഡർ ഡീറ്റെയിൽസ്. കലേശ്വൽ, ഇത് എന്റെ സിസ്റ്റർ ആണ്, ആൾക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്ത് കൊടുത്തത്. അപ്പൊ അവിടെ ഓർഡർ നമ്പർ കണ്ടില്ലേ, NLAD 28567. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 28567 ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഓർഡർ നമ്പറിൽ നീല കളറിൽ കാണുന്ന ഡിജിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വേണ്ട, നമ്മൾ ഓർഡർ കൊടുത്തത് അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഓർഡർ ഇതാണ്ട്, ഈ ഇതാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ഇതിലിപ്പോ കണ്ടില്ലേ, ഓർഡർ ഡേറ്റ് മെയ് 6-ാം തീയതി 3:18 ഉച്ചയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ബൈ കൊറിയർ. ഈ ഡെലിവറി മൊബൈൽ നമ്പർ കാണുന്നത് സിസ്റ്ററിന്റെ നമ്പറാണ്. അതിന്റെ താഴെ മൊബൈൽ നമ്പർ കാണുന്നത് എന്റെ ആണ്. കാരണം ഞാനാണ് അവിടെ ചെയ്തത്, എന്റെ മൊബൈലിനകത്ത് ചെയ്തത്. 85 ഇത് ഈ 21112 കാണുന്നത് എന്റെ നമ്പറാണ്. പക്ഷെ സിസ്റ്റർ നമ്പറിലായിരിക്കും കോള് പോവുക. അപ്പൊ എന്റെ മൊബൈൽ വിളിച്ചാൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അവര്. ഇന്നതാണ് വീട്, ഇന്നതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ കണ്ട എല്ലാ ഡീറ്റെയിൽസും അവിടെ വരുന്നുണ്ട്. വൈഫ് ഓഫ് ദേവരാജ്, നമ്പൻതോടി ഹൗസ്, മുതിരാശ്ശേരി, ഷൊർണൂർ. അത് സിസ്റ്ററിന്റെ അഡ്രസ്സാണ്. അപ്പൊ ഈ സിസ്റ്ററിന്റെ അഡ്രസ്സിലേക്കാണ് ഈ സാധനം പോവുക. അവിടെ എന്തെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ മസാല, ടർമറിക്, ഗ്ലൂക്കോ ഹെൽത്ത്, ക്രാൻബറി ഡി മണ്ണൂസ്, 5. ഇവിടെ എടുത്തിട്ടുള്ള ഫ്രീ പ്രൊഡക്റ്റ് 5-in-1 ലിക്വിഡ് ആണ്. ആൻഡ് അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് കളിയിൽ 1 രൂപ. അതാണ് കമ്പനി ചാർജ് ചെയ്യാൻ പറഞ്ഞില്ലേ. അതുപോലെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് 2 എണ്ണം 140 രൂപ. അപ്പൊ അവിടെയും ടോട്ടൽ BV എല്ലാ പ്രൊഡക്റ്റും എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഓർഡറിനകത്തുണ്ട്. ഇവിടെ 3068 രൂപയാണ് ഈ ഓർഡറിൽ വന്നിട്ടുള്ള എമൗണ്ട്. ഇത് നമുക്ക് ഓർഡർ ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഓർഡർ നമുക്ക് ഏതടിച്ചാലും ഇവിടെ നമുക്ക് വരും. ഇപ്പൊ ഓൾന്ന് കൊടുത്തുകൊണ്ടാണ് സുകുമാരൻ സാറ് അതിനകത്ത് വന്നത്. ഇനിയിപ്പോ സക്സസ് മാത്രം, നമ്മൾ ഓർഡർ കൊടുത്ത സക്സസ് ആയിട്ടുള്ള ഓർഡറുകൾ മാത്രമേ കണ്ടുപിടിക്കേണ്ടി, വേറെ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സക്സസ് മാത്രം കൊടുത്താൽ മതി. കണ്ട അവിടെ സുകുമാരൻ സാറ് അത് വരില്ല. ഓൾന്ന് കൊടുത്തുകൊണ്ടാണ് പെൻഡിങ് ഓർഡർ എല്ലാം വരുന്നത്. പെൻഡിങ് നമുക്ക് ആവശ്യമില്ല, സക്സസ് മാത്രം കൊടുത്താൽ മതി. ഇതിപ്പോ കലേശ്വൽ BV കൊടുത്തിട്ടുണ്ട് 2 എണ്ണം. അത് അവര് 100 BV എടുക്കാൻ വേണ്ടി ഒരു 3068 ഒരു 3020 സംതിങ് കൊടുത്തിട്ടുണ്ട്. 3024 രൂപ കണ്ടില്ലേ. ഇതാണ് 2 എണ്ണം വരുന്നത്. ഇനി ഇതിലുള്ള നമുക്ക് ഇപ്പൊ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, അതിന്റെ എങ്ങനെയാണ് ഇത് എവിടെ എത്തി, എന്താണ് വന്നിട്ടില്ലല്ലോ, നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ ഷോപ്പ്, മൈ ഓർഡേഴ്സ്, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, 4ാമത്തെ ഒരു ബട്ടൺ കണ്ടില്ല, ഒരു ഡോട്ട് ആയിട്ട് ട്രാക്ക് ഓർഡർ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ട്രാക്ക് ഓർഡർ ഞാൻ വേഗം പറഞ്ഞു നിർത്താം. ട്രാക്ക് ഓർഡർ, ആ ട്രാക്ക് ഓർഡർ ക്ലിക്ക് ചെയ്യുക. ഓർഡർ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഓർഡർ ഞാൻ അടിച്ചു കഴിക്കാം. NLAD 28567. കണ്ടത് ഈ നമ്പർ, ഓർഡർ നമ്പർ ഞാൻ നേരത്തെ അടിച്ച് നീല കളറിലെ ഓർഡർ നമ്പർ അടിച്ചു കൊടുക്കുക. ട്രാക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി മെയ് 11. അത് എക്സ്പെക്ട് ആണ് കേട്ടോ, അത്രയൊന്നും പോവില്ല. ഓർഡർ പ്ലേസ്ഡ് നമ്മൾ 6-ാം തീയതി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഓർഡർ ഇൻവോയ്സ്ഡ് 6-ാം തീയതി ആ ഓർഡർ ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞു, അവിടെ കമ്പനി ബില്ല് ചെയ്ത് കഴിഞ്ഞു. ഓർഡർ ഈസ് പാക്ഡ് ആൻഡ് റെഡി 7-ാം തീയതി. അടുത്ത ദിവസം ഓർഡർ പാക്ക് ചെയ്ത് കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു 7-ാം തീയതി. ഓർഡർ ഡിസ്പാച്ച്ഡ് 7-ാം തീയതി അവിടുന്ന് വിട്ടു കഴിഞ്ഞു. അതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് 7-ാം തീയതി വിട്ടു പറഞ്ഞാൽ ഇന്ന് അധികം അവര് ഓർഡർ അവിടെ എത്തും. 6-ാം തീയതി, ഇന്ന് ഇല്ലെങ്കിൽ 6-ാം തീയതി ഓർഡർ ചെയ്തു, 8-ാം തീയതി ഇല്ലെങ്കിൽ 9-ാം തീയതി ഈ ഓർഡർ ആ അഡ്രസ്സിലേക്ക്, സിസ്റ്ററിന്റെ അഡ്രസ്സിലേക്ക് എത്തിയിരിക്കും. ഇത് ട്രാക്ക് ചെയ്യാനാണ്, നമ്മുടെ എവിടം വരെ എത്തി നമ്മൾ കൊടുത്ത ഓർഡർ എന്ന് അറിയാനായിട്ട്. ഇത്രയും നല്ല ഓപ്ഷൻ കണ്ടില്ലേ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കൊടുത്ത ഓർഡർ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ അടക്കം ഇതിനകത്തുണ്ട്. ഇനിയും ഇതിനകത്ത് ഈ ആപ്പിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഷോപ്പിംഗ്, നമ്മൾ ഓൺലൈൻ പർച്ചേസ് എങ്ങനെയെന്ന് മാത്രം നിങ്ങളെ ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ഇത് എടുത്തത്. ചിലപ്പോൾ ഇത് എഴുതിയെടുത്തവർക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒരുവിധം എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഓപ്ഷൻസും നമുക്ക് ആപ്പിൽ തന്നെ ഉണ്ട്. ഈ ആപ്പ് പഠിച്ചു കഴിഞ്ഞാൽ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ, ബാങ്കിൽ കാശുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഏത് നമ്മുടെ മോഡിക്കൽ ബിസിനസ് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇതിലുള്ള ഓപ്ഷൻ നമുക്ക് പറയുക. ഈ ഇത്രയും അവസരങ്ങൾ നമുക്ക് ഈ ആപ്പ് സ്റ്റഡി ചെയ്യാം. സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡൗൺലൈൻ പറയാണ് എനിക്കൊരു ഓർഡർ അടിക്കണം എന്ന് അവർക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അവർ വീട്ടിൽ ചെന്ന് അടിച്ചു കൊടുക്കാം. അവരിന്ന് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. അവരിന്ന് ക്യാഷ് മേടിക്കാൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണിത്. അപ്പൊ ഇത്രയും നമുക്ക് സൗകര്യമുണ്ട്. അത് ചെയ്താൽ നമുക്ക് DP പോയി പ്രൊഡക്റ്റ് എഴുതി കൊണ്ടുവരണ്ട, വീട്ടിലേക്ക് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എത്തും. അപ്പൊ ഇത് നമ്മൾ എല്ലാവരും പഠിച്ചെടുക്കുക. ഞാൻ ഏറ്റവും കഴിഞ്ഞ ദിവസം കണ്ടത് കുമാരി ചേച്ചിയൊക്കെയാണ് ഏറ്റവും പഠിച്ചെടുക്കേണ്ടത്. ഞാൻ തൃക്കങ്ങോട് DP പോകുമ്പോൾ കുമാരി ചേച്ചിക്ക് അവിടെ ഒരു 2-3 പെട്ടി ആ കോർണറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, മൂലയ്ക്ക് വെച്ചിട്ടുണ്ടാവും. കാരണം എല്ലാം 5 ലിറ്ററിന്റെ ക്യാനാണേ.
അത് അവർ റെഡി ആയിട്ട് പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് കുമാരി ചേച്ചിക്ക്. കുമാരി ചേച്ചി അത് ചെന്ന് എടുത്ത് ഓട്ടോയിലാണ് പാവം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇതേ കുമാരി ചേച്ചി ഇത് മൊബൈലിലൂടെ പഠിച്ചാൽ ആ സാധനം കുമാരി ചേച്ചിയുടെ വീട്ടിലേക്ക് നേരിട്ട് എത്തുകയാണ് പ്രൊഡക്റ്റുകൾ. അപ്പൊ ഇത്രയും നല്ല ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് വീണ്ടും ചെലവ് ചുരുക്കാൻ പറ്റും. ഇപ്പൊ കുമാരി ചേച്ചി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് കണയത്തേക്ക് എത്തുമ്പോൾ ആ ഓട്ടോ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലേ. അതേ സമയത്ത് ഓൺലൈൻ ഇത് പഠിച്ചെടുക്കുകയാണെങ്കിലോ ആ ഓട്ടോ ചാർജ് നമുക്ക് ലാഭമാണ്. എക്സാമ്പിളേ പറഞ്ഞോളൂ, ഇത് പലർക്കും മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും പഠിച്ചെടുക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക. വീണ്ടും നമുക്ക് ഒരു സെക്ഷൻ വെക്കാം. അതിൽ ഞാൻ റെഡിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട്. എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി വളരെ സിമ്പിൾ ആയിട്ട് വിജയിച്ചെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഇത് പഠിച്ച് വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു അനിലേട്ടാ. വളരെ സൂപ്പർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം ആ ട്രാക്ക് ദ ഓർഡർ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.